റഷ്യയുടെ തീരത്തോട് ചേർന്നുകൊണ്ട് വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ 6ാമത്തെ ഭൂകമ്പം. അതിനെ തുടർന്നുകൊണ്ട് കടലിൽ വലിയ തോതിൽ തന്നെ സുനാമി രൂപപ്പെടുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളിലേക്ക് പതിയെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. റഷ്യയിലെയും ജപ്പാനിലെയും ആയിരക്കണക്കിന് വരുന്ന ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടി വരുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. മാത്രമല്ല, ഇത്തരം ഒരു പ്രതിഭാസം അരങ്ങേറുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സ്ത്രീയുണ്ട്. ജാപ്പനീസ് ബാബ വാങ്ക എന്ന പേരിൽ പോലും അറിയപ്പെട്ടിരുന്ന അവർ ഈ ഒരു ഭൂകമ്പത്തെക്കുറിച്ചും സുനാമിയെക്കുറിച്ചും ഒരുപാടധികം കാലങ്ങൾക്ക് മുൻപേ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. വിശദമായ രീതിയിൽ തന്നെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. കഴിഞ്ഞ ദിവസം വലിയ തോതിൽ തന്നെ ലോകം ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു റഷ്യയുടെ തീരമേഖലയോട് ചേർന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഭൂകമ്പവും അതിനുശേഷം ഉടലെടുത്തിട്ടുള്ള സുനാമി തിരമാലകൾ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. വലിയ വാർണിംഗ് ഒക്കെ തന്നെയും പുറപ്പെടുവിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഇതിന്റെ ഭാഗമായിട്ട് തങ്ങളുടെ വീടുകളിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രതിഭാസങ്ങളെല്ലാം തന്നെ ഉണ്ടായി, അതോടൊപ്പം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന റിയോ തെറ്റ്സുഗിയുടെ പ്രവചനങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഈ കഴിഞ്ഞ ദിവസം ജൂലൈ 30-ാം തീയതിയാണ് റഷ്യയുടെ കംചത്ക പെനിൻസുലയിൽ പെട്ടിട്ടുള്ള ഒരു ഭാഗത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഹൊക്കിയാഡോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 250 കിലോമീറ്ററോളം മാറിയിട്ടുള്ള സ്ഥലത്ത് ഈ ഒരു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം കാണുന്നത് ഉപരിതലത്തിൽ നിന്ന് ഏറെക്കുറെ 20 കിലോമീറ്ററോളം താഴെയുള്ള ഭാഗത്തു നിന്നായിട്ടാണ് എന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ഭൂകമ്പത്തിന്റെ തീവ്രതയാണ് ഏവരെയും ഒരുപോലെ തന്നെ വലിയ രീതിയിൽ ഷോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 8.8 രേഖപ്പെടുത്തിയിട്ടുള്ള വലിയൊരു ഭൂകമ്പം തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ചരിത്രത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ 6ാമത്തെ ഭൂകമ്പമാണ് അല്ലെങ്കിൽ ഭൂചലനമാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. 2011 ജപ്പാനിൽ വലിയൊരു സുനാമി ഇത്തരത്തിലൊരു ഭൂകമ്പത്തെ തുടർന്നിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. 18,000 ആളുകളാണ് അന്ന് അതിൽപ്പെട്ടുകൊണ്ട് മരണമടഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് റിക്ടർ സ്കെയിലിൽ 9 രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂകമ്പമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ 8.8 ആണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്രത്തോളം തീവ്രതയുള്ള വലിയൊരു ഭൂകമ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, നമുക്കറിയാം കടൽ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഷോക്ക് വേവ് കാരണമായിട്ട് വലിയ തോതിലുള്ള സുനാമികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തെ കൃത്യമായ രീതിയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് പസഫിക് സുനാമി വാർണിംഗ് സെന്റർ വ്യത്യസ്ത രാജ്യങ്ങൾക്കൊക്കെ തന്നെയും കൃത്യമായ രീതിയിലുള്ള വാർണിംഗുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. റഷ്യ, ജപ്പാൻ, അലാസ്ക, ഹവായ്, ചിലി, പെറു, മെക്സിക്കോ, ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ US-ന്റെ ചില മേഖലകളിലൊക്കെ തന്നെയും വാർണിംഗുകൾ മുൻപേ കൂട്ടി തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഒരു പ്രിക്കോഷന്റെ ഭാഗമായിട്ട് ഈ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ രാജ്യങ്ങളുടെ കോസ്റ്റൽ ഏരിയയിലുള്ള ആളുകളെല്ലാം ഒരുപോലെ തന്നെ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇത്തരത്തിലൊരു ഭൂകമ്പം ഉണ്ടായി. തീർച്ചയായിട്ടും അതിനോട് ചേർന്നുകൊണ്ട് വലിയൊരു സുനാമി ഉണ്ടായി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഓരോരോ രാജ്യങ്ങളും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ റഷ്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും വലിയ തോതിലുള്ള ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു മേഖല കുറിൽ ഐലൻഡ്സ് ആണ്. അവിടെ ഏറെക്കുറെ 4 മീറ്റർ അല്ലെങ്കിൽ 13 അടി ഉയരത്തിന് മുകളിലായിട്ടൊക്കെ തന്നെയും സുനാമി തിരമാലകൾ വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയുള്ള മത്സ്യബന്ധന ബോട്ടുകളൊക്കെ തന്നെയും കടലിലേക്ക് പോകുന്ന രീതിയിൽ അവരുടെ വ്യത്യസ്ത ഉപകരണങ്ങളും മറ്റുമൊക്കെ പൂർണ്ണമായിട്ടും നാശനഷ്ടം സംഭവിക്കുന്ന രീതിയിലൊക്കെ തന്നെയും അവിടെ കാര്യങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പവർ സപ്ലൈ, മൊബൈൽ സർവീസ് ഒക്കെ തന്നെയും പൂർണ്ണമായിട്ടും താറുമാറായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സുനാമിയുടെ ഒക്കെ ഭാഗമായിട്ട് 2000-ഓളം വരുന്ന ആളുകളെ കൃത്യമായ ഇടപെടലുകളിലൂടെ ഇവിടെ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ തന്നെ അനന്തരഫലമായിട്ട് യാതൊരു വിധത്തിലുള്ള വലിയ കാഷ്വാലിറ്റീസും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആകെ കൂടെയുള്ള ചെറിയ പരിക്കുകൾ എന്ന് പറയുന്നത് ഈ ധൃതി പിടിച്ചുള്ള ഇവാക്യുവേഷൻ ഇടയിൽ നടന്നിട്ടുള്ള ചില അപകടങ്ങളുടെ ഭാഗമായിട്ട് മാത്രം ഉണ്ടായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഇനി റഷ്യയിലെ തന്നെ കംചത്ക ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഏറെക്കുറെ 3-4 മിനിറ്റോളം
ശക്തമായ രീതിയിലുള്ള ഷേക്കിംഗ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചില വീഡിയോകളൊക്കെ തന്നെയും അവിടെ നിന്ന് പുറത്തു വന്നിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ടാവും. ശക്തമായ രീതിയിൽ ഭൂമി കുലുക്കം അനുഭവപ്പെടുന്നതായിട്ട്, കെട്ടിടങ്ങൾക്കകത്തുള്ള വസ്തുക്കളൊക്കെ തന്നെ നീങ്ങിപ്പോകുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയും ഈ ഒരു ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലോക്കൽ കിൻഡർ ഗാർഡൻ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായിട്ട് അത് പൂർണ്ണമായിട്ടും ക്ലോസ് ആയിരുന്നു. അതിനാലൊക്കെ തന്നെയും ആ മേഖലയിൽ വലിയ രീതിയിൽ പരിക്കുകളൊന്നുമില്ല. ഇനി ബാക്കിയുള്ള സ്ട്രക്ചറുകളുടെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭൂകമ്പത്തെ തുടർന്നിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സുനാമിയെ തുടർന്നിട്ടോ കാര്യമായ രീതിയിൽ സ്ട്രക്ചറൽ കംപ്ലൈന്റുകൾ ഒന്നും തന്നെ അവിടെയും വന്നിട്ടില്ല. കാഷ്വാലിറ്റീസിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ അവിടെയും യാതൊരു വിധത്തിലുള്ള മരണങ്ങളോ മറ്റോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ഇവാക്വേഷന്റെ ഭാഗമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമേ അവിടെയും ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത രാജ്യത്തേക്ക് ജപ്പാനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ജപ്പാൻ അതീവ ഗൗരവത്തോടു കൂടി തന്നെ ഈ ഒരു വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 9 ലക്ഷം മുതൽ 2 മില്യൺ വരെ ആളുകളെ ഈ തീരമേഖലയിൽ നിന്ന് ഇവാക്വേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് വ്യത്യസ്ത സോഴ്സുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇവിടെ ഏറെക്കുറെ 1 മീറ്റർ ഉയരം വരെ വരുന്ന രീതിയിലുള്ള തിരമാലകൾ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു, സുനാമി തിരമാലകൾ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെയും സുനാമി തിരമാലകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സുനാമിയുടെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഒന്നുമില്ല. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊരു ഇൻഡയറക്റ്റ് ഡെത്ത് ആണ്. അതും ഈ പറഞ്ഞ രീതിയിൽ ഇവാക്വേഷന്റെ ഭാഗമായിട്ടുള്ളൊരു അപകടത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു മരണം മാത്രമായിരുന്നു. അതിനും അപ്പുറത്തേക്ക് ഇത്രയധികം ഗുരുതരമായിട്ടുള്ള ഒരു ഭൂകമ്പത്തെ തുടർന്ന് അല്ലെങ്കിൽ ഈ ഒരു സുനാമിയെ തുടർന്നിട്ടൊന്നും വലിയ അപകടങ്ങൾ, കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ജപ്പാനിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ കൂടെയും ജപ്പാനിലെ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, എസ്പെഷ്യലി ട്രെയിൻ, ഫെറീസ്, ഇതൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഫുകുഷിമ പ്ലാന്റിന്റെ ഓപ്പറേഷനും താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വലിയൊരു സുനാമി വാണിംഗ് ആണ്. അതായത് മനസ്സിലാക്കണം, നിങ്ങൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ 6ാമത്തെ 8.8 രേഖപ്പെടുത്തിയിട്ടുള്ള വലിയൊരു ഭൂകമ്പമാണ് നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് വലിയ സുനാമി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ വാണിങ്ങിനെ തുടർന്നിട്ട് വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ കൃത്യമായ രീതിയിൽ തന്നെ ജപ്പാൻ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും വലിയ രീതിയിൽ തന്നെ മുൻകരുതലുകൾ എടുത്തിട്ടുള്ളത് ജപ്പാൻ തന്നെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഹവായിലേക്കും അതുപോലെ തന്നെ US കോസ്റ്റൽ ഏരിയയിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ US വെസ്റ്റ് കോസ്റ്റിലൊക്കെ തന്നെയും ഏറെക്കുറെ 1/2 മീറ്റർ ഉയരത്തിലുള്ള സുനാമി തിരമാലകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഹവായിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഏറെക്കുറെ 1.7 മീറ്ററോളം ഉയരത്തിലുള്ള ശക്തമായിട്ടുള്ള തിരമാലകളായിട്ട് മാറുന്നുണ്ട്. അവിടെയും യാതൊരു വിധത്തിലുള്ള പരിക്കുകളും ഇല്ലാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ ഏറ്റവും പര്യവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് കംചത്ക മേഖലയിൽ സംഭവിച്ച മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യമുണ്ട്. അത് ക്ലൂച്ചോസ്കോ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതമുണ്ട് ഈ ഒരു മേഖലയിൽ. അത് ഇറപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും കാഷ്വാലിറ്റീസ് പരിശോധിച്ച് നോക്കുമ്പോൾ യാതൊരുവിധ അപകടങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു ഭൂകമ്പവും സുനാമിയും ഒക്കെ ഉണ്ടായി എന്ന കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഭൂമിയിൽ ഏറ്റവും അധികം ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ ഉണ്ട്. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നാണ് ആ മേഖല അറിയപ്പെടുന്നത്. ആ ഒരു പ്രദേശത്തിൽ തന്നെയാണ് ഈ ഒരു പ്രതിഭാസം ഇപ്പോൾ അരങ്ങേറിയിട്ടുള്ളത്. അതായത് മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ, ലോകത്തിലെ 75% വോൾക്കാനിക് ആക്ടിവിറ്റീസ് നടക്കുന്ന, വോൾക്കാനോസ് പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങൾ അരങ്ങേറുന്ന, അതുപോലെ തന്നെ ലോകത്തിലെ 90% എർത്ത് ക്വേക്കുകൾ ഉണ്ടാകുന്ന, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രദേശത്ത് ഇത്തരം ഒരു വലിയ ഭൂകമ്പം ഉണ്ടായതിൽ യാതൊരു വിധത്തിലും നമ്മൾ ആശ്ചര്യപ്പെടേണ്ടതായിട്ടില്ല എന്ന ചുരുക്കം. മാത്രമല്ല, ഇനി എങ്ങനെയാണ് ഈ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, മുമ്പ് പല വീഡിയോകൾ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം അത് തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഭൂകമ്പങ്ങളിലേക്ക്, ഭൂമി കുലുക്കങ്ങളിലേക്ക് ഒക്കെ തന്നെയും നമ്മൾ നയിക്കുന്നത്. മാത്രമല്ല, കടലിനടിയിൽ ഇത്തരത്തിൽ പ്രതിഭാസങ്ങൾ അരങ്ങേറുമ്പോൾ അവിടുത്തെ വെള്ളത്തെയും അത് സ്വാധീനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള തിരമാലകൾ ഉയരുകയും സുനാമിയായി അത് മാറുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിന്റെ അടിഭാഗത്ത് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു മൂവ്മെന്റ് തന്നെ വെള്ളത്തിനവിടെ സംഭവിക്കുമല്ലോ. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഇതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും അരങ്ങേറിയിട്ടുള്ളത്. ഇനി നമ്മുടെ മുന്നിലുള്ള 2 പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്ര വലിയ ഭൂകമ്പം ഉണ്ടായിട്ട്, സുനാമി ഉണ്ടായിട്ട് എങ്ങനെയാണ് കൂടുതൽ മരണങ്ങളോ അല്ലെങ്കിൽ കാഷ്വാലിറ്റീസോ ഒന്നും സംഭവിക്കാത്ത രീതിയിലേക്ക് ഇത് എത്തിയിട്ടുള്ളത് എന്നൊരു ചോദ്യം. അതുപോലെ രണ്ടാമതായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടിയിട്ടുണ്ടായിട്ടുള്ള പ്രവചനങ്ങൾ. അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, എങ്ങനെ ഈ ഒരു കാര്യത്തെ അതിജീവിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു നിരന്തരമായി
നിരന്തരമായിട്ട് സിസ്മിക് ആക്ടിവിറ്റീസുകൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണത്. അതിൻ്റെ ഭാഗമായിട്ട് ജപ്പാൻ ആണെങ്കിലും റഷ്യ ആണെങ്കിലും ഒക്കെ വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ കാലാകാലങ്ങളായിട്ട് എടുത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിസ്മിക് ആക്ടിവിറ്റികളെ ചെറുത്ത് നിൽക്കുന്ന, അതായത് ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങളെയും മറ്റുമൊക്കെ ചെറുത്ത് നിൽക്കാൻ പ്രാപ്തമായിട്ടുള്ള രീതിയിലാണ് അവിടെയുള്ള ബിൽഡിങ്ങുകൾ ഓരോന്നും നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും റെക്ടർ സ്കെയിലിൽ 5, 6, 7 ഒക്കെ രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ പല സ്ഥലങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ഒരുപാട് മരണം സംഭവിക്കുകയും ചെയ്യാറുണ്ട്. ജപ്പാൻ ഇതിനൊക്കെ തന്നെയും മുൻകൂട്ടി തന്നെ പ്രിവെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ അവരുടെ ഓരോ ബിൽഡിങ്ങുകളിലും എടുത്തിട്ടുണ്ട് എന്നൊരു കാര്യമൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്രയധികം കാഷ്വാലിറ്റീസ് കുറഞ്ഞൊരവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഇവാക്വേഷൻ പ്രോട്ടോകോളാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇത്രയധികം ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനൊക്കെ തന്നെയും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം പല സ്ഥലങ്ങളിലും പല നമ്പേഴ്സാണ് കാണുന്നത്. ചിലയിടങ്ങളിലൊക്കെ 9 ലക്ഷം ആളുകളെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് കാണുമ്പോൾ മറ്റു ചില സോഴ്സുകളിലൊക്കെ തന്നെയും 2 മില്യൺ 20 ലക്ഷത്തോളം ആളുകളെ സമുദ്ര മേഖലയിൽ നിന്ന്, കോസ്റ്റൽ റീജിയനിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ കാര്യത്തിലേക്ക്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും മുൻകൂട്ടി പ്രവർത്തിച്ചിട്ടുള്ള റയോ ടത്സുഗി എന്ന് പറയുന്ന സ്ത്രീയുടെ കാര്യത്തിലേക്ക് വരാം. ജാപ്പനീസ് ബാബ വാങ്ക എന്ന രീതിയിലൊക്കെയാണ് ഇവർ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ 2011 ജപ്പാനിൽ നടന്നിട്ടുണ്ടായിരുന്ന, മുമ്പേ നമ്മൾ പരാമർശിച്ച 18,000 ആളുകളുടെ മരണത്തിന് കാരണമായിട്ടുണ്ടായിരുന്ന സുനാമിയെ കൃത്യമായ രീതിയിൽ തന്നെ മുൻപേ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവരൊരു ആർട്ടിസ്റ്റ് ആണ്, എസ്പെഷ്യലി ഒരു മാങ്ക ആർട്ടിസ്റ്റ് ആണ്. ഇവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന, വർഷങ്ങൾക്ക് മുമ്പേ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ഒരു പുസ്തകമുണ്ട്, ദ ഫ്യൂച്ചർ ഐ സോ എന്ന് പറഞ്ഞിട്ട്. ഈ അടുത്ത കാലങ്ങളിലായിട്ട് അത് റീപബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിൽ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് 2025 ജൂലൈ മാസം 5-ാം തീയതി വലിയൊരു പ്രകമ്പനം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ജപ്പാനിൽ ശക്തമായ ഒരു സുനാമി ഉണ്ടാവുകയൊക്കെ ചെയ്യുമെന്നുള്ളത്. വലിയ തോതിൽ തന്നെ ജൂലൈ 5-ന് ലോകമൊക്കെ തന്നെയും ഈ ഒരു കാര്യത്തിലേക്ക് ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും സംഭവിച്ചില്ല. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 25 ദിവസത്തിന് ശേഷം ജൂലൈ 30-ാം തീയതി അവരുടെ ഒരു പ്രവചനം പോലെ തന്നെ വലിയൊരു ഭൂകമ്പം ഉണ്ടാവുകയും അതിനെ തുടർന്നൊരു സുനാമി ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഒന്നുകിൽ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും അവർ പ്രവചിച്ച അതുപോലെ തന്നെ നടന്നു എന്ന രീതിയിൽ വിശദീകരിക്കാം. അതല്ല എങ്കിൽ സിമ്പിളായിട്ട് ഇതൊരു കോയിൻസിഡൻസ് മാത്രമാണെന്ന രീതിയിൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്തൊക്കെ തന്നെയായാലും വ്യത്യസ്ത സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെയും ഇവരുടെ ഒരു പ്രവചനവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഇന്ന് വലിയ തോതിൽ തന്നെ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. റയോ ടത്സുഗിയുടെ കൂടുതൽ പ്രവചനങ്ങളെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയും. നമുക്ക് നോക്കിയിട്ട് വിശദമായിട്ടുള്ള ഒരു വീഡിയോ, പ്രവചനങ്ങളെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ്റ്റോടെ വൈൻഡപ്പിയാണ്. വളരെ കൃത്യമായ രീതിയിൽ ഇന്നലെ നടന്നിട്ടുള്ള ഭൂകമ്പത്തെക്കുറിച്ചും അതുപോലെ തന്നെ സുനാമിയെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ട്. അതിനെ തുടർന്ന് സുനാമി വാർണിംഗ് ഒക്കെ തന്നെയും പിൻവലിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടെയും വലിയൊരു ഭൂചലനം ഉണ്ടാകുമ്പോൾ, ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതിനുശേഷം പിന്നീട് ചെറിയ ആഫ്റ്റർ ഷോക്കുകൾ അല്ലെങ്കിൽ ആഫ്റ്റർ വേവുകൾ ഉണ്ടാകാറുണ്ട്. അത്തരമൊരു കാര്യം, ചെറിയ ഭൂചലനങ്ങൾ ഇപ്പോൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നുമില്ല എന്ന രീതിയിലൊക്കെ തന്നെയാണ് അധികൃതർ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിൽ നല്ല ഒരുപാട് വീഡിയോസിലുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.